ബെൻസിൽ വന്നിട്ട് വലിച്ചെറിയുന്നവരുമുണ്ട്, സ്കൂട്ടറിൽ പോയിട്ട് വലിച്ചെറിയുന്നവരുമുണ്ട് എന്നതാണ് സ്ഥിതി. ഈ ക്യാമറയിൽ കുടുങ്ങിയ പലരുടെയും കാര്യം വളരെ രസമാണ്. ഒരു സ്ഥലത്ത് ക്യാമറയിൽ കുടുങ്ങിയത് തൊട്ടടുത്തൊരു ഹൈസ്കൂളിലെ അധ്യാപികയാണ്, വേറൊരു സ്ഥലത്ത് LSTDയിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഒരു സ്ഥലത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു എറണാകുളം ജില്ലയിലാണ് ഒരു സ്ഥലത്തൊരു പഞ്ചായത്ത് മെമ്പറെ പെട്ട് കുടുങ്ങിയത്. പഞ്ചായത്ത് മെമ്പർ ഇത് ചെയ്തു. ഇപ്പോൾ കുന്നംകുളത്തൊരു കാര്യം, കുന്നംകുളത്തെ നമ്മുടെ മുനിസിപ്പൽ ജീവനക്കാർ വൃത്തിയാക്കുന്ന സമയത്ത് റോഡരികുന്നൊരു ഭദ്രമായിട്ട് പൊതിഞ്ഞൊരു ബാഗ് കിട്ടി. തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെ വേസ്റ്റൊക്കെ കൂടി കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്പർ കിട്ടി. ആ നമ്പറിൽ അവർ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു കൊറിയർ സർവീസ് എന്ന് പറഞ്ഞൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഇവരവിടെ കൃത്യമായിട്ട് പോയി ആ സ്ഥലം കണ്ടുപിടിച്ചു, ഇത് തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കോളാം. 10,000 രൂപയുടെ ഫൈനും അടിച്ചു കൊടുത്തു. ചെയ്ത ആളാരാന്നറിയണം? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലിയൊക്കെ, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു പത്രത്തിൽ പേര് കൊടുത്ത് അപമാനിക്കരുത്. അപ്പോൾ അപമാനകരമായ കാര്യമാണ് ചെയ്തതെന്നറിയാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു വാർത്ത, രാവിലെ പത്രത്തിൽ കണ്ട വാർത്ത, 600 ടിൻ ബിൻ വെച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തിൽ. നമ്മൾ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ബിന്നുകൾ വെക്കണം, കാരണം വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇടാൻ നിക്ഷേപിക്കാനുള്ള സൗകര്യം വേണ്ടേ. 600 ടിൻ ബിൻ വെച്ചിട്ടുണ്ട്. ആ ടിൻ ബിന്നിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെ ചക്ക വെട്ടിയതിൻ്റെ അവശിഷ്ടം വരെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതിനുള്ളതല്ല നഗരത്തിൽ വയ്ക്കുന്ന ബിന്ന്. പിന്നെ സാനിറ്ററി പാഡ്, ഡയപ്പർ ഇതെല്ലാം അതിനകത്തുകൊണ്ട് നിക്ഷേപിക്കുന്നു. ഇപ്പോൾ പഴയൊരു അനുഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പൊതു ശൗചാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം നിക്ഷേപിച്ചത് ബ്ലോക്കാവുന്ന സ്ഥിതി, അതുപോലെയാണ് ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു എന്നത്. പിന്നെ ബിന്നുണ്ടെങ്കിലും ബിന്നിലിടില്ല, അതിൻ്റെ താഴെ കൊണ്ട് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ നമ്മുടെ മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ, ഞാനൊരു ദിവസം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് രാവിലെ നടക്കാൻ പോയതാണ്. മറൈൻ ഡ്രൈവിൽ നടക്കാൻ നോക്കുമ്പോൾ 2 കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ എണ്ണി 200 ബിന്ന് വെച്ചിട്ടുണ്ട്. കൈ നീട്ടിയാൽ എത്തുന്ന ദൂരത്ത് ബിന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആ വാക്ക് വേയിൽ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സാധാരണ മനോഭാവത്തിൽ ഉദ്ദേശിച്ച മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് ഒരല്പം നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ പ്രവർത്തനം തുടരും. 2 തരത്തിൽ ബോധവൽക്കരണം തുടരണം. ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും, വ്യാമോഹമൊന്നും നമ്മൾ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഒപ്പം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും വേണം. ഇപ്പോൾ പണ്ട് ഈ പൊതുസ്ഥലത്ത് പുകവലിക്കുമായിരുന്നു. അത് നിന്നതെങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി വിധി വന്നു, പോലീസ് കേസെടുക്കാൻ തുടങ്ങി, അപ്പോഴാണ് നിന്നത്. ഇപ്പോൾ രണ്ടും വേണ്ടി വരും, 2 നടപടികൾ. അതുകൊണ്ടാണ് ക്യാമറ സർവേലൻസ് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9447074700 അതാണ് നമ്പറെന്ന് തോന്നുന്നത്. അതിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവരുടെ പടം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. വണ്ടി നമ്പറെങ്കിലും വേണം. അവരെ കണ്ടെത്തി ഫൈൻ ഈടാക്കും 10,000 രൂപ. അതിൽ നിന്ന് 1/4 ഈ വിവരം തന്നയാൾക്ക് റിവാർഡായിട്ട് കൊടുക്കും. എല്ലാ മാർഗവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിലയിടത്തൊക്കെ പിടിച്ച അനുഭവമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഏതാണ്ട് 3000-ഓളം വിവരം നമുക്ക് ആ വാട്സാപ്പ് നമ്പറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യും, ഏത് തദ്ദേശ സ്ഥാപനമാണെന്ന് അവിടേക്ക് കൊടുക്കും, ആളെ ഐഡൻറ്റിഫൈ ചെയ്യും, പിടിക്കും. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു. 2023 മാർച്ചിൽ അവസാനിച്ച വർഷം ആകെ ചുമത്തിയ ഫൈൻ 2.9 ലക്ഷമായിരുന്നു. ഈ 24-25 ഈ ഒരു വർഷം ചുമത്തിയത് 5.5 കോടിയാണ്. 2023 മാർച്ചിൽ അവസാനിച്ച വർഷം നടന്ന എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ 1258ആണ്. ഇപ്പോൾ 51,000-ലധികമാണ്. അത്രയും നമ്മൾ എഫർട്ട് ഇടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ തലത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഉണ്ട്. അതിന് പുറമെ ജില്ലാതലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളതിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിനെ പരിശോധിക്കാൻ ഒരു നിശ്ചിത സമയം അത് മാത്രം ഫോക്കസ് ചെയ്യും. പൊതുസ്ഥലങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഒരു അധ്വാനവും സമയവും ഊർജ്ജവും ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ആളുകളുടെ മനോഭാവത്തിൽ കൂടി മാറ്റം വന്നാലേ നമുക്ക് 100%
ഇതിൽ വിജയം കൈവരിക്കാൻ പറ്റും. ടൂറിസം കേന്ദ്രങ്ങളിലോ അത് ടൂറിസം വകുപ്പുകളുടെ ഏകോപനം ഇക്കാര്യത്തിലുണ്ട്. ടൂറിസം, വനം, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ വകുപ്പുകളൊക്കെ ഇട്ട് ചേർന്നിട്ട് ആണ് ഇത് നടത്തുന്നത്. ടൂറിസം മേഖലകൾ വൃത്തിയായി ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ടൂറിസം വകുപ്പുമായി ചേർന്നിട്ട് ഒരു പദ്ധതി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു, പുരോഗതിയുണ്ട് അക്കാര്യത്തിലില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നിട്ടാണ് ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീം ഈ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുന്നൊരു പരിപാടി എടുത്തു. സ്നേഹാരാമങ്ങൾ എന്ന് പേര് കൊടുത്തിട്ട് കേരളത്തിൽ അങ്ങനെ 3000 കേന്ദ്രങ്ങൾ അവർ വൃത്തിയാക്കി നാഷണൽ സർവീസ് സ്കീം ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ ഇപ്പം നമ്മൾ 13 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാർച്ച് 30-ന് ഇൻ്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേക്ക് കൈവരിക്കാൻ. അതിൽ സ്കൂളുകളെല്ലാം ഹരിത വിദ്യാലയങ്ങളാവണം, കോളേജുകൾ ഹരിത വിദ്യാലയങ്ങളാവണം, സർക്കാർ ഓഫീസുകൾ അങ്ങനെയാവണം, പൊതുസ്ഥലങ്ങൾ അങ്ങനെയാവണം. പിന്നെ അങ്ങനെ ഒരു 13ഓളം മാനദണ്ഡങ്ങൾ, 100% ഡോർ ടു ഡോർ കളക്ഷൻ, 100% യൂസർ ഫീ, ഇങ്ങനെ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നല്ല മാറ്റം വന്നു കഴിഞ്ഞു. PTA-യും അധ്യാപകരും എല്ലാം മുൻകൈ എടുത്തിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ജനകീയ സമിതി, ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്നാണ് നിശ്ചയിച്ചത്. കാരണം ഇപ്പോൾ റോട്ടിൽ സ്ഥിരമുണ്ടാകുന്നവരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ് അവിടുത്തെ, പിന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, ചവിട്ട് തൊഴിലാളികൾ ഇവരൊക്കെയാണ്. അപ്പം ജനകീയ ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിൻ്റെ പരിപാലനം ഉറപ്പുവരുത്താൻ പറ്റൂ, ഒരു ബിഹേവിയറൽ ചേഞ്ചും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു കാവൽക്കാരായിട്ട് പ്രവർത്തിക്കണം. വേറൊന്നും നോക്കേണ്ട കാര്യമില്ല, വൃത്തിയാക്കിയ സ്ഥലം വൃത്തിയായിട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ. അപ്പോൾ സുൽത്താൻ ബത്തേരി പോയാൽ അത് കാണാൻ പറ്റും. സുൽത്താൻ ബത്തേരി ഒരു മികച്ച മാതൃകയാണ്. സുൽത്താൻ ബത്തേരിയിൽ ഒരു കടലാസ് കഷ്ണം പോലും റൂട്ട് കാണില്ല. അതങ്ങനെ നിർത്തുന്നത് അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ ആളുകളും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ വെള്ളം കുടിച്ച് ഒരു കുപ്പി വലിച്ചെറിഞ്ഞാൽ ആളുകൾ ആ കാറ് നിറഞ്ഞ് കുപ്പിയെടുത്ത് ബിന്നിലിടാൻ പറയും. അങ്ങനൊരു സംസ്കാരം അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി മാതൃകയിൽ തന്നെ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ വയനാട്ടിൽ തന്നെ മാനന്തവാടിയിൽ മാറ്റം വന്നിട്ടുണ്ട്, കൽപ്പറ്റയിലുണ്ട്. ഇപ്പോൾ വടകര ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, നല്ല നിലയിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ അതിൽ വളരെ, ഞാൻ ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അവരുടെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ടൗൺ മുഴുവൻ, മൂന്നുപെരിയ എന്ന് പറയുന്നൊരു ടൗണുണ്ട്, മുഴുവൻ നടന്ന് കണ്ടപ്പോൾ നമുക്ക് ഇതൊക്കെ കേരളത്തിൽ സാധ്യമാകുമെന്നുള്ള വിശ്വാസം. ഒരു കടലാസ് കഷ്ണം അവിടെ കാണാൻ പറ്റില്ല. അത്ര വൃത്തിയായി മനോഹരമായി സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നു. ബിന്നുകൾ വെച്ചിട്ടുണ്ട്, ബിന്നിലെ നിക്ഷേപിക്കൂ. പിന്നെ രാവിലെ ഈ ഒരു ജനകീയ വോളണ്ടിയർ സേനയുണ്ട് പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുള്ളത്, അവർ ഇറങ്ങി വൃത്തിയാക്കുകയും ചെയ്യും. പുലർച്ചെ 5 മണിക്ക് തുടങ്ങും. അപ്പം ഇങ്ങനെയുള്ള ധാരാളം മാതൃകകൾ ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയും പക്ഷെ മാറാനുണ്ട് കുറേ. ഈ പ്ലാസ്റ്റിക് ഗാർബേജ് ചാക്കിലൊക്കെ കെട്ടി വാട്ടർ ബോഡീസിൽ കൊണ്ട് തള്ളുന്നത്, ഇപ്പോൾ വേമ്പനാട് കായലിൻ്റെ അടിത്തട്ട് കംപ്ലീറ്റ് ഒരു ലെയർ പോലെ പ്ലാസ്റ്റിക് നിറഞ്ഞാടും. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ? ഈ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, നടപടികൾ ശക്തമാക്കുക, എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തുക. 2, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് ബോധവൽക്കരണം തുടരുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഏറെക്കുറെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംവിധാനങ്ങളുടെ എല്ലാ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. എന്നിട്ടും പക്ഷേ ഈ വലിച്ചെറിയുന്ന ശീലം മാറിയിട്ടില്ല. ഇപ്പോൾ ഹൗസ് ബോട്ടുകളിൽ നിന്നും മറ്റുമൊക്കെ തള്ളുന്നതായിരിക്കണം അത്തരം അങ്ങനെ വരുന്ന മാലിന്യം. ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ വലിച്ചെറിയുന്ന, അതെ അതുകൊണ്ട് അതായത് യൂസർ ഫീ കൊടുക്കുന്നത് ഒഴിവാക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ചെലവ് ലാഭിക്കാനും ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ്. അപ്പം നടപടികൾ ശക്തമാക്കുക എന്നുള്ളതാണ്. ക്യാമറ സർവൈലൻസ് ശക്തമാക്കണം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിലെല്ലാം ക്യാമറ സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മനോഭാവത്തിൻ്റെ കാര്യമാണ് ഈ വേസ്റ്റ് ഹാൻഡ്ലിംഗ് എത്ര ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ഒരു ചാലഞ്ച് ഇല്ല ഈ വേസ്റ്റ് ജനറേഷൻ. ഫോർ എക്സാമ്പിൾ പെർ ക്യാപിറ്റൽ ജനറേഷൻ കൂടുന്നുണ്ട് വേസ്റ്റ്, അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ 4R'ാണ്: റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നിരാകരിക്കുക എന്നുള്ളതാണ്. കഴിയുന്നത്ര ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക്കും മറ്റും നിരാകരിക്കുക. പിന്നെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അതാണ്
ഈ നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോയാൽ ഈ 200 ml താഴെയുള്ള കുപ്പി അനാവശ്യമായിട്ട് അത് വിതരണം ചെയ്യുന്നത് കാണാം. എല്ലാ കല്യാണത്തും ആയിരക്കണക്കിന് എണ്ണായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. വെള്ളം കൊടുക്കാൻ അല്ലാതെ തന്നെ സംവിധാനം ഒരുക്കാം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ടൂറിസം മേഖലയിലും വനം മേഖലയിലുമൊക്കെ ഈ വെള്ളക്കുപ്പി നിരോധിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുന്നത് അങ്ങനെയാണ്, വെള്ളക്കുപ്പികളാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ ഇപ്പോൾ ഒരു നയം നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്, അതിന് അന്തിമഘട്ടത്തിലാണ്. ഈ EPR പോളിസി, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, അത് അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. കൂടിയാലോചനകളും കൺസൾട്ടേഷനും ഒക്കെ കഴിഞ്ഞ് നയം ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് കുറേ ഇക്കാര്യത്തിലൊരു ഇവർ തന്നെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇങ്ങനെ എല്ലാ മാർഗങ്ങളും നോക്കേണ്ടി വരും. ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നത് പ്രധാനം തന്നെയാണ്. പിന്നെ അപ്പോൾ ബദൽ ഉൽപ്പന്നങ്ങൾ വേണം. ഓൾട്ടർനേറ്റീവായിട്ടുള്ള നമുക്ക് എന്താണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുക, അത് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ തദ്ദേശ വകുപ്പ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു, ധനവകുപ്പ് അത് അംഗീകരിച്ചിട്ടുണ്ട്, GST കൗൺസിൽ ഉന്നയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ GST എന്ന് പറഞ്ഞാൽ 18% ഉള്ളൂ. യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന GST നിരക്ക് ഏർപ്പെടുത്തേണ്ടതാണ് പ്ലാസ്റ്റിക്കിന്. ഇതിൻ്റെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ പറ്റും. ചെയ്യേണ്ടത് GST കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. ഉയർന്ന GST നിരക്ക് പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തുകയും ബദൽ ഉൽപ്പന്നങ്ങൾക്ക് GST ഒഴിവാക്കുകയോ നാമമാത്രമായിട്ട് നിരക്ക് ഏർപ്പെടുത്തുകയോ ചെയ്യാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, GST കൗൺസിലിന് വേണം ചെയ്യാൻ. നമ്മൾ ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധപ്പെടുത്തി ധനമന്ത്രിയായിട്ട് സംസാരിച്ചു, അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് GST കൗൺസിലിൽ ഉന്നയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.